ബൂലിയൻ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് കട്ട് ചെയ്ത ശേഷം ചാംഫർ കൊടുത്തപ്പോൾ ജോമെട്രി ഇതുപോലെ മെസ്സായാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്? 3ds Max 2026 വരെ യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലമാണ് 2027ലെ ന്യൂ അപ്ഡേറ്റ് കൊണ്ട് ഫിക്സ് ആയിരിക്കുന്നത്. 3ds Max 2027 ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഇത്തവണ വന്ന അപ്ഡേറ്റ്സ് വെറും UI ചേഞ്ചസ് അല്ല, 3D മോഡലിംഗ് വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നത് തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. മോഡലിംഗ് ചെയ്യുമ്പോൾ ടൈം സേവ് ചെയ്യാനും അൺനെസസറി ക്ലീനപ്പ് ഒഴിവാക്കുവാനും 2027ലെ ഈ ന്യൂ ഫീച്ചേഴ്സിലൂടെ സാധിക്കുന്നതാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി ഫീൽ ചെയ്ത സ്മാർട്ട് ബെവൽ എന്ന ഫീച്ചറാണ് നമ്മൾ ആദ്യമായി ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ സിലിണ്ടർ യൂസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത ബേസിക് ഒബ്ജക്റ്റ് ആണ് ഇതിൽ കാണുന്നത്. പ്രീവിയസ് വെർഷൻസിൽ ചാംഫർ മോഡിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് എഡ്ജസ് ബ്രേക്ക് ആവുകയും ബെവൽ കൺസിസ്റ്റന്റ് അല്ലാതെയുമാണ് ലഭിച്ചിരുന്നത്. ഈ ഒരു വലിയ പ്രോബ്ലമാണ് സ്മാർട്ട് ബെവലിലൂടെ ഫിക്സ് ആകുന്നത്. സ്മാർട്ട് ബെവൽ എന്ന ഈ ഒരു ന്യൂ ഫീച്ചർ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യാം. ഇവിടെ സ്മാർട്ട് ബെവലിന്റെ പാരാമീറ്റേഴ്സിൽ പ്രിസെറ്റ്സ് എന്ന ഈ സെക്ഷനിൽ ഒരുപാട് ടൈപ്പ് പ്രിസെറ്റുകൾ കാണാവുന്നതാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്ത പ്രിസെറ്റിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിന്റെ വിഡ്ത്, സെഗ്മെന്റ്സ്, ഡെപ്ത് ഇവിടെ നിന്നും ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ക്ലീൻ ആയ റിസൾട്ടാണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. സെലക്ഷൻ എന്ന ഈ ഒരു സെക്ഷനിൽ ഫ്രം സ്റ്റാക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് സെലക്റ്റഡ് എഡ്ജസ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ബൂലിയൻ ചെയ്ത ഏരിയയിലെ മാത്രം എഡ്ജസിനെ ഇതുപോലെ നമുക്ക് ചാംഫർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഡിഫറെൻറ്റ് പ്രിസെറ്റുകൾ ആഡ് ചെയ്തും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തും ബൂലിയൻ ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിലേക്കും കൺസിസ്റ്റന്റ് ആയി ബെവൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി 3ds Max 2027ലെ മോഡലിംഗിൽ വന്നിട്ടുള്ള അടുത്ത ഇംപ്രൂവ്മെന്റ് ചെക്ക് ചെയ്യാം. ഇംപ്രൂവ്ഡ് എക്സ്ട്രൂഡ് ആണ് അടുത്ത ഫീച്ചർ. ഗിസ്മോ കൺട്രോളോട് കൂടിയാണ് ഈ എക്സ്ട്രൂഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രൂഡ് ഡയറക്ഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിലേക്ക് ഇതിലുള്ള ഗിസ്മോനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ഫീച്ചർ നോയ്സ് പ്ലസ് എന്ന മോഡിഫയർ ആണ്. നോയ്സ് പ്ലസ് യൂസ് ചെയ്ത് ടെറൈൻ പോലുള്ള സർഫസുകളിൽ നാച്ചുറൽ വേരിയേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ടെറൈൻ മോഡലിംഗിൽ കൂടുതൽ റിയലിസം ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫീച്ചറിലൂടെ സാധിക്കുന്നതാണ്. അടുത്ത ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് സ്പ്ലൈൻ ചാംഫറിലാണ്. സ്പ്ലൈൻസിനെ ചാംഫർ ചെയ്യുമ്പോൾ അൺഈവനായി ചാംഫർ ചെയ്യുന്നതിന് പകരം യൂസ് ഫിക്സ്ഡ് റേഡിയസ് എന്ന ഈ ഒരു ടിക്ക് ഓൺ ചെയ്ത് ഫിക്സ്ഡ് റേഡിയസിൽ ചാംഫേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. 2D ഷേപ്സ് യൂസ് ചെയ്തുകൊണ്ട് മോഡൽ ചെയ്യുമ്പോൾ ഈ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ്. അടുത്തൊരു നല്ല ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് വ്യൂ പോർട്ടിലാണ്. ക്ലീൻ ആയ ബാക്ക്ഗ്രൗണ്ടും ഗ്രിഡിൽ ആക്സസ് കളേഴ്സ് ആഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇത് ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാനും നാവിഗേഷൻ കൂടുതൽ ഈസി ആക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 3ds Max 2027ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. 3D മോഡലിംഗ് സ്പീഡപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ നല്ല ഫീച്ചേഴ്സ് ആണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി 3D മോഡലിംഗ് വർക്ക് ഫ്ലോയിൽ ഈ ഫീച്ചേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുക. ഈ ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഫീച്ചർ ഏതാണെന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.